ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മേക്കിംഗ് വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കുക്കിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓർഡർ കിട്ടിയ ദിവസമാണ്. ഒരുപാട് ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കൊള്ളി പുഴുങ്ങി നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കൊള്ളി പറിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊള്ളി പറിക്കാനാകുമ്പോൾ വളപ്പ് നിറച്ച് കൊള്ളി ഉണ്ടെന്ന്. പക്ഷേ വളപ്പ് നിറച്ച് കൊള്ളി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവൻ പന്നി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കട മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിൻ്റെ ഒരു സൈഡ് പന്നി വന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ അത് മറിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് അവിടെ അങ്ങനെ ഇട്ടു, കുറച്ച് മണ്ണിട്ടിട്ട് അത് അവിടെ ഇട്ടു, കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പിന്നെ പന്നി വന്നില്ല. ഇപ്പം ഞങ്ങളത് പറിക്കാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ അടിയിൽ നിന്ന് ഇത്രയൊക്കെ കിട്ടിയത്. ഈ ഒരു കടയുള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടുപോയി, ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ വച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് കൊള്ളി പറിച്ചിട്ട് ഇന്നൊരു കുഞ്ഞ് പുഴുക്ക് വയ്ക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിങ്ങനെയാണോ കൊള്ളിപ്പുഴുക്ക്, ഞങ്ങളിവിടെ കൊള്ളി എന്നാണ് പറയുക. അപ്പോൾ കപ്പപ്പുഴുക്ക് ഇങ്ങനെയാണോ വയ്ക്കണേന്നുള്ളത് കമൻറ്റിലൂടെ പറയാം. പിന്നെ ഞാനൊരു കുഞ്ഞ് മേക്കിംഗ് വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 1-2 കൊള്ളി കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് പറിച്ചത്, പക്ഷേ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഞങ്ങളിവിടെ കൊള്ളി വയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 2 പാത്രത്തിൽ വെള്ളം തിളപ്പിക്കും. അപ്പോൾ ഒരു വെള്ളത്തിൽ നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഊറ്റിക്കളയും. അതിന് ശേഷം മറ്റേ വെള്ളം നമ്മൾ അതിലൊഴിച്ചിട്ട് പിന്നെ ഉപ്പിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. കൊള്ളിക്ക് ഒരു കട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കട്ട് പോകാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അമ്മ ചെയ്യണ കണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കൊള്ളിയിൽ എന്തെങ്കിലുമൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ അതിങ്ങനെ പോയി കിട്ടുന്നത്. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കരുത് കൊള്ളി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആദ്യമേ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ 2 പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായി കിട്ടും. പച്ചവെള്ളം ഒഴിക്കരുത് പിന്നെ നമ്മൾ. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിക്കളയാം. അതിന് ശേഷം വീണ്ടും നമുക്ക് തിളച്ച വെള്ളം അതിലൊഴിച്ച് ഉപ്പിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ കൊള്ളി പറിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമമായി, കാരണം അച്ഛൻ വരാറായിട്ടുണ്ട്. അപ്പോൾ അച്ഛന് കൊള്ളി ചക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടം. പ്രവാസികൾക്ക് അങ്ങനെയാണല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറിച്ചാൽ മതിയായിരുന്നു. ഇതിൻ്റെ 3-4 കൊള്ളി, 1-2 കൊള്ളി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് പറിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അച്ഛനെത്തും. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. നമുക്ക് ആവശ്യമുള്ള 1-2 കൊള്ളി എടുത്ത് ഇട്ടാണ് ഇപ്പോൾ പുഴുക്ക് വയ്ക്കുന്നത്. അപ്പോൾ അത് കേടാവാതെ അവിടെ ഇരുന്നോളൂല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് ഞങ്ങളിതാ കൊള്ളിപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് കൊള്ളിപ്പുഴുക്ക് ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ നമുക്കിത് കൊള്ളിയൊക്കെ നുറുക്കി കഴിഞ്ഞാൽ അതൊന്ന് കഴുകി വാരിയെടുക്കാം. ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടാണ് നുറുക്കണേ, എന്നാലും ഒന്നും കൂടി കഴുകും, എവിടെയെങ്കിലുമൊക്കെ ചെളി ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കഴുകി നമുക്ക് ഈ തിളപ്പോഴേക്കും നമ്മൾ കൊള്ളി നുറുക്കണതിന് മുമ്പ് വെള്ളം വെച്ചാൽ നമ്മുടെ കൊള്ളി നുറുക്കി കഴിയുമ്പോഴേക്കും വെള്ളം തിളച്ച് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കൊള്ളി ഇട്ടിട്ട് 2 വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ ഒരെണ്ണം സിമ്മിലിട്ടു, മറ്റേതിലേക്ക് ഞാൻ കൊള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ തിളച്ച് കഴിഞ്ഞാൽ വേഗം തിളച്ച് കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ഞാനിത് ചെയ്യണതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു എന്ന്, അപ്പോൾ അത് ചെയ്യാൻ പോയി. അപ്പോൾ കൊള്ളി വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പണി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയും ഓർഡറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പ്ലെയിൻ കളറായിട്ട് ഒരു 5 ബണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 എണ്ണത്തിൻ്റെ പെയർ. പിന്നെ ആ സിംഗിളായിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നതിന് ഒരു 2 എണ്ണം വെച്ച് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാ അങ്ങനത്തെ ഒരു ബണ്ണും. ഇതിൻ്റെ 2 പീസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല ചെറിയ. പിന്നെ ഒരു കമ്മലുമാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. കമ്മൽ ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇത്രയും ചെയ്യുമ്പോഴേക്കും എൻ്റെ കൊള്ളി വെന്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ട് പിന്നെ കൊള്ളിക്കഴിഞ്ഞ് കറി വെച്ച് കഴിച്ചതിന് ശേഷമാണ് കമ്മൽ ചെയ്യണത്. അപ്പോൾ ഇത് ബണ്ണൊക്കെ ഞാൻ മുറിക്കണം നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. എങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ നമ്മുടെ ബണ്ണ് റെഡിയായി കിട്ടും. അപ്പോൾ ചെറിയ വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ബൺ മെറ്റീരിയലൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ വലിയ എമൗണ്ടിൽ ബൺ മെറ്റീരിയൽ എടുക്കണം എന്നില്ല. 1 കിലോൻ്റെ ഒന്നും എടുക്കാതെ ചെറിയ കിറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുപോലെയൊക്കെ വാങ്ങിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിനും 2 പീസ് പെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ 12 പീസാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ അതും പിന്നെ ആ ഒരു ബണ്ണും ഒക്കെ കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഓർഡർ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് അവർക്ക് ഇഷ്ടമായിട്ട് സെയിം അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 എണ്ണം. അപ്പോൾ അതും പിന്നെ വേറൊരു പിക്ക് അവർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രീതിയിലൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ 4 കമ്മലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബൺ മെറ്റീരിയലുമാണ്. കുഞ്ഞ് ഓർഡറാണ്. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം വിശന്നിട്ട് വേണ്ടായില്ല. അപ്പോൾ ഞാൻ കൊള്ളി പുഴുങ്ങി, നമുക്ക് ആദ്യം കൊള്ളി പുഴുങ്ങാമെന്ന് വിചാരിച്ചേ. പിന്നെ നോക്കിയപ്പോൾ ഉള്ളി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കൊള്ളി പുഴുങ്ങുമ്പോൾ എന്തായാലും ഉള്ളി ചമ്മന്തി വേണം.
അപ്പോൾ പിന്നെ എന്നാൽ കപ്പ പുഴുക്കായിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെ കൊണ്ട് ഞാനത് പറപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഓർഡർ വേഗം കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടായാലും മതിയെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർക്ക് വേഗം വേണമെന്ന് പറഞ്ഞ കാരണം പിന്നെ ഞങ്ങൾക്കൊരു യാത്ര വരുന്നുണ്ട് 2 ദിവസം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടേ പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അതിന് മുമ്പ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കി അതും കൊടുത്തു. അപ്പോൾ അത് അത്രയും ബണ്ണ് നമ്മൾ ഒരു സെറ്റിൽ ഒരു പാക്കറ്റിൽ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് ഞാൻ ബണ്ണ് അവരുടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് പാക്കറ്റിലാക്കിയിട്ട് ഞാൻ സീൽ ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് അടുത്തുള്ളൊരു കുട്ടിക്ക് കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ ചെയ്യുന്നുള്ളൂ. നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സീൽ ചെയ്തൊക്കെ കൊടുക്കുക, അപ്പോഴല്ലേ കസ്റ്റമേഴ്സിന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇത് അടുത്തുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സീൽ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് അങ്ങനെ കൊടുത്തു. ഇതിൻ്റെ 2 പാക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഇടയിൽ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ പിന്നെ വേഗം അതാണ് കപ്പപ്പുഴുക്ക്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പോയി, ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 3-4 വട്ടം പോയി ഇളക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അത് കാരണം അതൊന്നും എടുത്തില്ല. ഇപ്പോൾ ഇനി നമ്മൾ ആ പ്ലെയിൻ മെറ്റീരിയൽ കൂടാതെ ഒരു ഡിസൈൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, അപ്പോൾ അത് 2 കട്ട് ചെയ്തെടുക്കണം. അത് അവർക്ക് 2 പീസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 കളറിൽ നിന്നും. അപ്പോൾ അതും പിന്നെ നമ്മുടെ സ്ക്രഞ്ചീസും ഞാനൊരു പാക്കറ്റിലാക്കിയിട്ടാണ് കൊടുത്തത്. ഇത് നല്ല കളറാണ്, ആ ബ്ലൂ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുള്ള കളറാണത്. ഇത് നല്ലതായിട്ട് വലിയണ ടൈപ്പാണ് കേട്ടോ ബണ്ണ്, നല്ലോണം ഈട് നിൽക്കും, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് 2 മടക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ ചുറ്റി പിന്നെ ഇത് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്രഞ്ചീസ് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ്, നല്ല ഭംഗിയുമാണ്. അപ്പോൾ എൻ്റെ ഉള്ള കളറിൽ നല്ല ഭംഗിയുള്ള കളർ ഇതാണ്. അപ്പോൾ അത് അവർ കളർ ചോദിച്ചിട്ടാണ് ഞാൻ അയച്ചു കൊടുത്ത് അങ്ങനെ വാങ്ങിച്ചതാണ് സ്ക്രഞ്ചീസ്. അപ്പോൾ ഇത് 2 കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു പാക്കറ്റിലാക്കണം. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ കപ്പയൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് കമ്മൽ ചെയ്തത്. അത് കാരണം കമ്മൽ ഞാൻ ലാസ്റ്റിലാണ് എഡിറ്റ് ചെയ്ത് ചെയ്തേക്കണത്. അപ്പോൾ അത് നമുക്കതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടാലാണ് കമ്മൽ കാണാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി കമ്മലാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ആ മോഡൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അവർ അയച്ചു തന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് ചെയ്യാനും പെട്ടെന്ന് പറ്റും ചെയ്യും, നല്ല സിമ്പിൾ ആണ് താനും, എന്നാൽ നല്ല ഭംഗിയുണ്ട്. ഒരു ഹാങ്ങിങ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളത് അതും കൂടി കാണാം, സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ അതാ നമ്മളിനി അടുത്ത അതും കൂടി പാക്കറ്റ് ആക്കിയിട്ട് നമുക്ക് കപ്പയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ വാങ്ങി സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒരുപാട് ചിലവും ഇല്ല, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വർക്ക് വരുന്നില്ല. ഇത് നമുക്ക് എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ബൺ മെറ്റീരിയലിൻ്റെ ഒക്കെ. അപ്പോൾ നമുക്കധികം വർക്ക് വരില്ല, ഒഴിവ് സമയങ്ങളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് 2 പാക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്ക് കപ്പ നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഇനി നമുക്കിത് ഊറ്റി കളയണം. അപ്പോൾ ഊറ്റി കളഞ്ഞിട്ട് നമുക്കതിൻ്റെ അടുത്ത വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം. ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്ന് വെന്തു കിട്ടുക കപ്പ. അത് കാരണം ഞാൻ കുറച്ച് വെള്ളം 2ാമത്തേൽ ഒഴിക്കണുള്ളൂ, കാരണം ജസ്റ്റ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളം ഫുള്ള് വറ്റി കിട്ടണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ ഒഴിച്ച വെള്ളം ഒരു ഇത്തിരി കൂടി പോയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പുഴുക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ കൂടെ പച്ചമുളക്, ജീരകം, കരിവേപ്പില, ഉള്ളിക്ക് പകരം ഞാൻ പറഞ്ഞില്ലേ സബോളയാണ് എടുത്തത്. ഉള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സബോള എടുത്തു. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ, ഉള്ളിയാണ്. സബോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതാ നമ്മുടെ പുഴുക്കിനുള്ള കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കട്ടൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായ അതിൻ്റെ ഇടയിൽ വേഗം തിളച്ച് കിട്ടി. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചതിൽ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ചായപ്പൊടി ഇട്ടെടുക്കുക ചെയ്ത്. നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. ഇനി നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഇത് ചതച്ച് കൊണ്ടുവന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുഴുക്ക് ഇവിടെ റെഡിയായി, പെട്ടെന്ന് ആവും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കപ്പപ്പുഴുക്ക്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല, ചിലർ വെളുത്തുള്ളി ഇടും. ഞങ്ങളിവിടെ അങ്ങനെ പുഴുക്കൊന്നും വെക്കുമ്പോൾ വെളുത്തുള്ളി ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊള്ളിയിലും ഇട്ടില്ല. കൊള്ളിയിലിട്ടാൽ നല്ലതാണ്, നമുക്ക് ഗ്യാസൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ വെളുത്തുള്ളി ഇട്ടാൽ. പക്ഷെ ഞങ്ങൾക്കത് പുഴുക്കിലങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഇതിലിട്ടില്ല. അപ്പോൾ അതേ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം നമുക്ക് ലാസ്റ്റ്. അത് വാങ്ങി വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റിൽ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കുക്കിംഗ് ചാനൽ മാത്രമല്ല കേട്ടോ, ഞാൻ കുക്കിംഗ് ചാനലല്ല, കുക്കിംഗ് വീഡിയോസ് കുറച്ചേ ഇടാറുള്ളൂ, മേക്കിംഗ് വീഡിയോസാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിലെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഇനി നമുക്ക് കപ്പപ്പുഴുക്കും ചായയും കുടിച്ചിട്ട് നമ്മുടെ കമ്മൽ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മലുണ്ടാക്കിയ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റിൽ വെച്ചതല്ല, ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കമ്മലും ഉണ്ടാക്കിയത്. അത്രയും വിശപ്പുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ച് അങ്ങനെ പോയി കമ്മലുണ്ടാക്കുക ചെയ്തത്. അപ്പോൾ അത് നല്ല കപ്പപ്പുഴുക്കൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കമ്മലിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലല്ലാതെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കമ്മലിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ റെയിൻ ഡ്രോപ്സ് ബീഡ്സും നമ്മുടെ ഇയർ ഹൂക്കും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സൈഡ് റിങ് വേണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെയിനാണ്. നമ്മൾ സിൽവർ ചെയിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സിൽവർ ചെയിൻ ഇതുപോലത്തെ സിൽവർ ചെയിൻ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഹെഡ് പിന്നാണ്. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കമ്മലുണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഹെഡ് പിന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഹെഡ് പിന്നിലേക്ക് നമ്മുടെ ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കോർത്ത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് അത് ഹുക്കാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 6 ബീഡാണ് എടുത്തിരിക്കുന്നത്. ഒരു കമ്മലിലേക്ക് 6 ബീഡാണ്. അപ്പോൾ 6 ബീഡ് തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്, സൈഡ് റിങ്ങിലേക്ക് ഈ ബീഡ്സൊക്കെ നമ്മൾ ഹാങ് ചെയ്തിടാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊന്ന് ഒരു ഹുക്ക് പോലെ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബീഡും കോർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നീളം കുറച്ചെടുക്കണം. ഈ ഫുള്ള് നീളം വേണ്ട. അപ്പോൾ അതിനൊന്നൊരു കുറച്ചൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിനൊന്ന് ഒരു ഹുക്ക് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ പെർഫെക്റ്റായിട്ട് നമുക്കൊരു ഹുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് വളയ്ക്കുക. അതിന് ശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഇതുപോലെ ഒന്ന് 2-3 വട്ടം ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കറക്റ്റായിട്ട് കിട്ടും. ഇതൊരു 2-3 വട്ടം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മളിതുപോലെ ബീഡ്സ് വാങ്ങിക്കണ പോലെ തന്നെ കണ്ടോ, ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 6 എണ്ണം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ സൈഡ് റിങ്ങിലേക്ക് ഒന്ന് കൊളുത്തിയിടണം. അപ്പോൾ അതിനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സിൽവർ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, 2 കമ്മലിലേക്ക്. അപ്പോൾ അത് ഒരേ അളവിനെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഹാങ്ങിങ് വേണോ അതേ നീളത്തിൽ കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് തന്നിരുന്ന ഓർഡറിൽ നല്ല നീളം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സ്കെയിലിൽ അതിനെ സെൻറ്റിമീറ്റർ കണക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ലെങ്ത് ഉണ്ട് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അവർക്ക് നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കണം എന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മൾ അതിലൊന്നും കുറച്ചില്ല, അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് ഗോൾഡൻ ചെയിനിലും ചെയ്യാം. ഗോൾഡൻ ചെയിനിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. കാരണം നല്ല രസമുണ്ടാവും. ശരിക്കും ഗോൾഡൻ കമ്മൽ പോലെ തന്നെ നമുക്ക് തോന്നും. ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഗോൾഡൻ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന്. പക്ഷെ അവർക്ക് എന്തോ ഗോൾഡിൻ്റെ അത് താല്പര്യമില്ല, സിൽവർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേറെ നോക്കിയില്ല. ഗോൾഡൻ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി എനിക്ക് ഫീൽ ചെയ്തു. ഞാനിതിൻ്റെ ഒരു ഗോൾഡൻ ചെയ്ത് വെച്ചു. ഇതിൻ്റെ മോഡൽ കിട്ടിയപ്പോൾ എനിക്കൊരു ഗോൾഡൻ കമ്മൽ ഞാൻ ചെയ്തു. അപ്പോൾ നല്ല ഭംഗി എനിക്ക് തോന്നി. ഇനി നമുക്കിതാ ഇതിലേക്ക് നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് ഈ ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ 6 ബീഡ് മാത്രം ഇട്ടാൽ മതി നമ്മൾ, അല്ലെങ്കിൽ അതിനൊരു ഭംഗി കിട്ടില്ല. കാരണം അത് വല്ലാതെ തിങ്ങി നിൽക്കും. അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 6 ബീഡ് മാത്രം ഇട്ടാൽ മതി. ഇനി ബീഡ്സ് കോർത്ത് കഴിയുമ്പോൾ നമ്മുടെ ചെയിനും കൂടി അതിലിട്ടിട്ട് വേണം ഇത് ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിനും കൂടി നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ സൈഡ് റിങ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീഡ്സ് ഊരി പോകാത്ത രീതിയിൽ നമ്മൾ ലോക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് തെറ്റിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ നിന്ന് പെട്ടെന്ന് പോവില്ല. പ്രസ് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാക്കണ്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. ഞാൻ പറഞ്ഞില്ല 6 എണ്ണം ആകുമ്പോൾ തന്നെ കുറച്ചൊരു തിക്നെസ് ഉണ്ട്. ഇനി നമ്മളത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി കിട്ടില്ല, അത് കറക്റ്റിൽ നിൽക്കില്ല. ഇനി നമുക്കിതിൻ്റെ അപ്പുറത്തറ്റത്ത് നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്മൽ റെഡി കഴിഞ്ഞാൽ മതി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു മോഡലുമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ തിരക്കിൽ ആ കാര്യം വിട്ടുപോയി. അല്ലെങ്കിൽ ഞാൻ അതും കൂടി കാണിച്ച് തന്നിരുന്നു. നല്ല ഭംഗിയാണ്, ഗോൾഡൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 എണ്ണം ചെയ്തെടുക്കണം. കണ്ടോ, നല്ല ഇത് കുറച്ച് നീളം കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഹാങ്ങിങ്സിന്. പക്ഷെ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കസ്റ്റമറുടെ ഇഷ്ടമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് 2 ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മലും എൻ്റെ കപ്പപ്പുഴുക്കും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്ന ഈ ഒരു മോഡൽ, അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തതൊന്നും ഞാൻ എടുത്തില്ല. അത് ഞാൻ മുന്നേ കാണിച്ച വീഡിയോ അല്ലേ, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനലിൽ പോയി നോക്കുക. ഞാൻ ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം അതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.